ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. ആഹാ, അടുത്ത വെടിയും പൊട്ടിയിരിക്കുന്നു. ഇപ്രാവശ്യം പൊട്ടിച്ചത് തീപ്പൊരി പ്രാസംഗിക ബി.ജെ.പിയുടെ പ്രമുഖ നേതാവ് മുൻ കേന്ദ്രമന്ത്രി ഉമാഭാരതിയാണ്. എന്താണ് ഉമാഭാരതി പറഞ്ഞത്? മോദിയേക്കാൾ ശക്തനായ ഒരു നേതാവ് ഞങ്ങളുടെ പാർട്ടിക്കകത്തില്ല. അതിനാൽ ആരും മോദിയാകാൻ ശ്രമിക്കരുത് എന്നാണ് ഉമാഭാരതി ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. അതിനർത്ഥം അമിത്ഷാ, നിങ്ങൾ മോദിയാകാൻ ശ്രമിക്കേണ്ട. പറയാനുള്ള കാരണം ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിലേറ്റ ശക്തമായ തിരിച്ചടി, അതിന്റെ പേരിൽ ബി.ജെ.പിക്കകത്ത് ഒരു വമ്പൻ പൊട്ടിത്തെറി സംഭവിച്ചിരിക്കുകയാണ്. ആദ്യ വെടി ഉമാഭാരതി പൊട്ടിച്ചു. ഇനി അങ്ങോട്ട് മാലപ്പടക്കമായിരിക്കും. അമിത്ഷാ, ഇനി നിങ്ങൾ വെറും ഒരു ആഭ്യന്തരമന്ത്രി മാത്രമാണ്. ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 46 റാലികളിലാണ് അമിത്ഷാ സംസാരിച്ചത്. 250ഓളം MP-മാരെ നിരത്തി വെച്ചിട്ടാണ് ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ചുക്കാൻ അമിത്ഷാ പിടിച്ചത്. പക്ഷേ ഡൽഹിയിലെ വമ്പൻ തോൽവി, അതോടൊപ്പം ജാർഖണ്ഡിലെ തോൽവി, അങ്ങനെ നിരവധി ഇടങ്ങളിൽ ബി.ജെ.പിക്കേറ്റ കനത്ത തിരിച്ചടിക്ക് ഉത്തരവാദി ഒരാൾ മാത്രമാണ്. അത് അമിത്ഷാ എന്ന് ബി.ജെ.പിയുടെ പ്രമുഖ നേതാക്കളടക്കം തുറന്നു പറയുന്ന അവസ്ഥയിൽ അമിത്ഷാ ബി.ജെ.പിയിൽ നിന്ന് ഔട്ടാകുന്നു. അതായത് ഇനി അടുത്ത ചാണക്യ തന്ത്രജ്ഞന് വേണ്ടിയുള്ള പരിശോധനയിലാണ് ബി.ജെ.പി. അമിത്ഷാ, ഇത് നിങ്ങൾക്ക് തിരിച്ചടിയുടെ കാലമാകാനുള്ള കാരണം നീതിക്ക് വേണ്ടി, സത്യത്തിന് വേണ്ടിയിട്ട്, പൗരത്വത്തിന് വേണ്ടിയിട്ട് പോരാടിയവരെ രാജ്യദ്രോഹികളാണെന്ന് ഒരു കരുണയുമില്ലാതെ നിങ്ങൾ വിളിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർത്തുകൊള്ളുക. നിങ്ങളെ ഇതേപോലെ അടിച്ചമർത്താൻ നിങ്ങൾ വിളിച്ചവരല്ല, പക്ഷേ നിങ്ങളെ കൊണ്ട് വിളിപ്പിച്ചവരെ കൊണ്ട് തന്നെ നിങ്ങൾക്ക് തിരിച്ചടി ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാരണം അതാണ് ദൈവം എന്ന് പറയുന്ന ഒരു മഹാശക്തി ഇവിടെയുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അർത്ഥം. എന്തായാലും ബി.ജെ.പിയുടെ കരുത്തനായ നേതാവിൽ നിന്ന് ഇനി അമിത്ഷാ വെറും ഒരു നേതാവിലേക്ക് മാഞ്ഞിരിക്കുകയാണ്. ഉമാഭാരതിക്ക് ശേഷം ഇനി ആരാകും വെടിപൊട്ടിക്കുക എന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ.